ഏതവന്റെ കൺവെൻഷൻ വിളിക്കുമ്പോഴല്ല, ജീവിതത്തിന്റെ യോർദാൻ പൊങ്ങുമ്പോൾ അറിയും നിന്റെ തോളിൽ പെട്ടകൊണ്ടോ ഇല്ലെങ്കിൽ നീ പെട്ടിയിലാകുവോ. കാരണം നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, മുതലാളിയല്ല, നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 11 ഗോത്രം ചാടി തുള്ളി ബഹളം വെക്കുമ്പോ ഒരു ഗോത്രം മാത്രം, മക്കളെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യും, ഒരു ഗോത്രം മാത്രം അനങ്ങാ പാറ പോലെ ഇങ്ങനെ അപ്പം വഴിക്ക് ലഭിച്ചത് ശാപവും അമ്മ വഴിക്ക് ലഭിച്ചത് നിരാശയാ. പക്ഷേ പണ്ട് വിൽക്കിയവനെങ്കിലും ഇപ്പൊ വിൽക്കല്ലാത്ത ആ പ്രവാചകൻ പറഞ്ഞു, those who are in the Lord's side, let him gather over here. യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ 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 ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. 11 ഗോത്രം ചലിച്ചില്ല, ഒരുത്തൻ മാത്രം ചലിച്ചു. നേരത്തെ 11 ഗോത്രം ചലിച്ചു, ഇപ്പൊ യവൻ മാത്രം ചലിക്കുന്നു. നേരത്തെ 11 ഗോത്രം കാളക്കുട്ടിയുടെ മുൻപിൽ ചലിച്ചു, ഇപ്പോൾ ദൈവത്തിന്റെ നാമം കേട്ടപ്പോ യവൻ മാത്രം ചലിക്കുന്നു. അവൻ പറഞ്ഞു, ഹേ മോശേ, I will stand for my Lord, I will stand for my Lord. എനിക്ക് കുറച്ച് നിരാശ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ ഇന്നലകളിൽ ശപിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരി വഴി ചില തട്ടുപാടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബം അത്ര നല്ലതല്ല, എൻ്റെ സ്റ്റോറി അത്ര നല്ലതല്ല. പക്ഷെ ഈ മുള്ളിൻ്റെ നടുവിലും ദൂത് മനസ്സിലാക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കില്ലാത്തവൻ വീട്ടിൽ പോ. ഹല്ലേലൂയ. ഈ മുള്ളിന്റെ നടുവിലും I will stand for the Lord. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ പരിഹാസത്തിന്റെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ ഒറ്റപ്പെടലിന്റെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ നിൽക്കുന്നത് പണത്തിനല്ല, ഞാൻ നിൽക്കുന്നത് അവസരത്തിനല്ല, ഞാൻ നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിനല്ല, ഞാൻ നിൽക്കുന്നത് മത്സരത്തിനല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചേ. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശബ്ദമുയർത്തി. നീ കൊടുങ്കാറ്റിലാണ്, നീ വെല്ലുവിളിയിലാണ്, നീ ഒറ്റപ്പെടലിലാണ്, നീ മുറിവേറ്റവനാണ്, നീ തകർന്നവനാണ്, നീ നിന്ന പാത്രമാണ്. എന്നാൽ ഇതിന്റെ നടുവിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ഫയറി ഫർണസിൽ, നിന്റെ തൂച്ചൂളയിൽ അവൻ 4-മനല്ല, അവൻ 1-മനത്രേ. കൂടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കുറിച്ചുള്ള ദൈവിക കരുതൽ എന്ന് പറയുന്നത് വലുതാണ്. അത് നിന്റെ കുടുംബമോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ മറ്റ് ഏതെങ്കിലും പ്രിയപ്പെട്ടവരെക്കാൾ നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവം നിന്നെ കണ്ടിരിക്കുന്ന ദൈവിക കരുതൽ വലുതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്തോത്രം, അത് വേട്ടപ്പട്ടിയെ പോലെ യൂറോപ്പിൽ യഹൂദൻ വേട്ടയാടപ്പെടുകയായിരുന്നു. ലോകത്തിന്റെ അറ്റം വരെ അവർ ചിതറപ്പെട്ടു, നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം, അന്നാളുകളിൽ വേട്ടപ്പട്ടിക്ക് സമാനമായി ഫ്രാൻസില്, സ്തോത്രം, ഇറ്റലിയില്, പ്രത്യേകിച്ച് സ്പെയിനിൽ അവർ വേട്ടയാടപ്പെടുകയായിരുന്നു. 80% അന്ന് യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്നത് സ്പെയിനിലായിരുന്നു. ഒരു കത്തോലിക്ക രാജാവുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാത്തലിക് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അതേ, ഒന്നുകിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് യഹൂദന്മാരെ കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെയിനിൽ നിന്ന് പുറത്തു
പോകണം. ഒന്നുകിൽ നിങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്പെയിൻ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ അതേ സ്തോത്രം, ആ 10,000-കണക്കിന് മേ ബി ലക്ഷക്കണക്കിന് യഹൂദന്മാർ ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. അല്ലയോ കർത്താവേ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ജനമാണ്. ഇതാ ഞങ്ങളെ വേട്ടപ്പട്ടിക്ക് സമാനമായി ഈ രാജ്യത്തിൽ നിന്ന് ഓടിക്കുന്നു. നൂറ്റാണ്ടുകളായി ഞങ്ങളിതാ പീഡ അനുഭവിക്കുകയാണ്. പണ്ട് ഫറവോന്റെ കാലത്തെ തുടങ്ങിയ പരിപാടിയാണ് ഈ പീഡ. ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. യൂറോപ്പിൽ ഞങ്ങളുടെ ദശലക്ഷക്കണക്കിന് ജനം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു മാർച്ച് മാസം 31-ാം തീയതിയാണ് സ്പാനിഷ് രാജാവ്, സ്പെയിൻ രാജാവ് ഈ ഡിക്ലറേഷൻ തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും സ്തോത്രം അതേ അറിയിച്ചത്. എന്നാൽ സ്തോത്രം മാർച്ച് മാസത്തിൽ ഈ പ്രഖ്യാപനം നടന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, അതേ 3 മാസം യഹൂദൻ ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമേ. 3 മാസം കഴിഞ്ഞപ്പോൾ മേ ഫ്ലവർ എന്ന് പേരുള്ളതായ ഒരു കപ്പലിൽ അതേ സ്തോത്രം ഒരു കപ്പൽ ഈ യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെട്ടതായ കപ്പലിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന മനുഷ്യന്റെ നേതൃത്വത്തിലാണ് അവർ പുറപ്പെട്ടത്. അവർ പുറപ്പെട്ടത് ഇന്ത്യയിലേക്ക് വരേണ്ടതിനാണ്. പക്ഷെ ഓൺ ദ വേ അവരുടെ ദിശ മാറിപ്പോയി. അവരുടെ ദിശ മാറിയിട്ട് അവസാനം അവർ ചെന്നെത്തിയത് അതെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. രണ്ടറ്റവും ചേർത്ത് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഒളിക്കുവാൻ ഒരു ഇടം തരണമെന്ന് യഹൂദൻ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തത് ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ഒരു സംസ്ഥാനമല്ല, ഒരു ഭൂഖണ്ഡത്തെ കൊടുത്തെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലിന് വേണ്ടി മറച്ചിട്ടിരിക്കുന്ന ഏതോ നന്മകളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കരുതലുണ്ട്. എന്തുകൊണ്ടാണ് യഹൂദൻ ഇന്നും സ്തോത്രം അമേരിക്കൻ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏതോ സ്തോത്രം മറ്റേ പാർട്ടിക്ക് വേണ്ടി അല്ല ദൈവം അത് സൃഷ്ടിച്ചത്. ദൈവത്തിനറിയാം, എൻ്റെ ജനം എൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അവനെ മറക്കേണ്ട ഇടത്ത് എനിക്ക് മറയ്ക്കുവാനുണ്ട്, അവനെ മാനിക്കേണ്ട ഇടത്ത് എനിക്ക് മാനിക്കുവാനുണ്ട്. ഇന്ന് രാത്രി എനിക്കുള്ളതായ എന്ന് എനക്കുള്ളതായ പ്രവചന ദൂതാണ് ഞാൻ പറഞ്ഞത്. മറക്കേണ്ട ഇടങ്ങളിൽ ദൈവം നിന്നെ മറക്കുകയും മാനിക്കേണ്ട ഇടങ്ങളിൽ ദൈവം നിന്നെ മാനിക്കുകയും ചെയ്യും. കമാൺ